ഞാനിന്ന് വീണ്ടും തിലോപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ വലിയ സൈസ് മീൻ കിട്ടിയപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ മീനിന് ചെറിയ തോതിലുള്ള ചേറുചവ ഉള്ളതുകൊണ്ട് തന്നെ കറി വെക്കുന്നതിനേക്കാളും തൊലി ഒരിച്ച് വറുത്ത് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നുള്ള അഭിപ്രായക്കാരാണ് കൂടുതൽ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എന്റെ മോളടക്കം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു മീനാണ് തിലോപ്പിയ. ഇവിടെ ഞങ്ങൾ ഈ മീനിന്റെ തോലൊരിച്ച് കളയാറില്ല, പകരം ചെതുമ്പി വൃത്തിയാക്കിയിട്ട് കല്ലിലൊരച്ച് കറുപ്പ് കളയാറാണ് പതിവ്. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി അകത്ത് കയറി ആദ്യം തന്നെ മീൻ വറക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ മസാല അങ്ങ് തേച്ചു വെച്ചു. ചെറിയുള്ളി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ലേശം വെള്ളം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിനകത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി ആവുകയെ. അവസാനം മീനിലോട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മീനിലോട്ട് മസാല പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുടമ്പുളി ഇട്ട് മീൻകറി അങ്ങ് അടുപ്പിലോട്ടും വെച്ച് പിന്നെ മീനൊക്കെ മസാല പിടിച്ചതിന് ശേഷം മീൻ വറക്കാനും വെച്ചു. രാത്രിയിൽ അത്താഴം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പാചകം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല കുറുകിയ പുളിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂട് ചോറും പുളിശ്ശേരിയും മീൻകറിയും മീൻ വറുത്തതും പിന്നെ അതിന്റെ മേളിൽ ഭംഗിക്ക് 2 സവാള അരിഞ്ഞതും കൂടെ വെച്ചിട്ട് നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.